ഇത് മറ്റേ ഇവിടുത്തെ കുട്ടിച്ചാത്തന് പ്രത്യേകത ഉണ്ട്. വിഷ്ണു ശിവനും പരാശക്തിയാണ് ചൈതന്യം ഉള്ളില്. അതുകൊണ്ടാണ് ഉപദേവന്മാര് ത്രിമൂർത്തികളും ഭദ്രകാളി വിഘ്നേശ്വരനൊക്കെ വന്നത്. പിന്നെ നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാനെന്നുള്ളത് ഇവിടെ പാലക്കാട് ജില്ലയില് ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണാർക്കാട് ചെറുപ്പശ്ശേരി റൂട്ടില് ശ്രീകൃഷ്ണപുരത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ കാണാവുന്ന ഒരു കുട്ടിച്ചാത്തൻകാവാണ് കേട്ടോ. ഇത് ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. അപ്പൊ ഇവിടെ വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ അമ്പലത്തിന്റെ ആള് നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ആൾ കൂടിയാണ് ഹരിയേട്ടൻ. നമ്മുടെ കന്മദം സിനിമയിലൊക്കെ വലിയ വേഷം ചെയ്തിട്ടുള്ള, അതുമാതിരി നിരവധി മമ്മൂട്ടിയുടെ കൂടെയൊക്കെ വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ഹരിയേട്ടനാണ്. അപ്പോൾ എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ, ചരിത്രം, ഐതിഹ്യമൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. ഓക്കെ, ഇതാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ ശ്രീകൃഷ്ണപുരത്തു നിന്നും 2 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കാണാവുന്ന കിഴക്കേപ്പാട്ട് കുട്ടിച്ചാത്തൻകാവ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. മുട്ടറക്കലാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ത്രിമൂർത്തികൾ ഭദ്രകാളി, വിഘ്നേശ്വരൻ. ക്ഷേത്രത്തിനു പുറത്തായി നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രതിഷ്ഠയുണ്ട്. ആഗ്രഹ ഫലസിദ്ധിക്കായി നിരവധി പേരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കുട്ടിച്ചാത്തനാണ് ഇത് എന്ന് ഭക്തർ പറയുന്നു. ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബുധനാഴ്ചയും ശനിയാഴ്ചയും മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത്. കിഴക്കേപ്പാട്ട് തറവാട്ടിലെ അംഗമാണ് ഇവിടെ പൂജയ്ക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ദൃശ്യഭംഗി കൊണ്ടും ആകാരഭംഗി കൊണ്ടും മനോഹരമായ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത് ഒരു പുണ്യം തന്നെയാണെന്ന് ഭക്തർ പറയുന്നു. നമസ്കാരം. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? ക്ഷേത്രം ഇപ്പോ ഒരു 300-350 പഴക്കമുണ്ടാവും. അവിടെ ഞങ്ങളുടെ തറവാട് ഇവിടെ ഉണ്ടായ പിന്നെയാണ് ഉണ്ടായത്. അതിന്റെ ഒരു ഐതിഹ്യം ഒന്ന് പറയോ? ഐതിഹ്യം, നമ്മുടെ ഒരു വലിയ കാരണവര് സബ് ജഡ്ജി കൃഷ്ണമേനോൻ, രാമമേനോൻ, അദ്ദേഹത്തിന്റെ 4 പെങ്ങന്മാരും കൂടിയിട്ട് കീഴൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ട് 8 തറവാട് കെട്ടിയിട്ട് പിന്നെ നമ്മുടെ മരവക്കത്തായാണല്ലോ, ആ മരവക്കത്തായത്തില് മരവക്കളൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കുന്ന കാലത്ത് മുത്തശ്ശിമാരൊക്കെ ഉള്ള സമയത്ത് രാത്രി ആയാൽ ഒരു അമ്മയെ വിളി കേൾക്കാണ്. അമ്മേ എന്നൊരു വിളി കേൾക്കാണ്. അപ്പൊ മുത്തശ്ശിമാര് ബാനീസുകൾക്കായിട്ട് 4 പുറം നോക്കും, കുട്ടികൾ ആരെങ്കിലും പുറത്തുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പൊ കുട്ടികളെല്ലാവരും അകത്തുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു അമ്മയെ വിളി അതൊരു വലിയ വിഷയമായിട്ട് പിന്നെ പ്രശ്ന വിചാരം നടത്തിയിട്ട് അപ്പോഴാണ് ഇവിടെ അങ്ങനെ ഒരു കുട്ടിച്ചാത്തന്റെ സാന്നിധ്യം ഉണ്ട്. വിഷ്ണുമായാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്ന സ്വയംഭൂവാണ്. അപ്പൊ ഒരു കല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് വിഗ്രഹമൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് പിന്നെ അങ്ങനെ ആഘോഷിക്കാൻ അങ്ങനെ കൊണ്ടാടാൻ തുടങ്ങിയത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാ? ഇവിടെ പ്രധാന വഴിപാട് മുട്ടർക്കലാണ്. എല്ലാ മുട്ടുകളും അങ്ങനെയാണ് അധികം ആളുകൾ വരുന്നത്. പിന്നെ പുഷ്പാഞ്ജലി ഉണ്ട്. പിന്നെ ശത്രുദോഷത്തിന് രക്തപുഷ്പാഞ്ജലി ഉണ്ട്. പിന്നെ നെയ്വിളക്കുണ്ട്, വളക്കുമാലയുണ്ട്. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വഴിപാടുകളും ഉണ്ട്. ഇവിടെ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോഴേ ആളുകള് ദൂരത്തു നിന്നൊക്കെയുള്ള ആളുകൾ ചിലപ്പോ ഈ വിളിച്ച് ബുക്ക് ചെയ്ത വഴിപാടുകൾ ചെയ്യുമോ? വിളിച്ച് ബുക്ക് ചെയ്ത വഴിപാടുകൾ ചെയ്യും. ഇവിടേക്ക് അതുപോലെ വരേണ്ട വഴി ഒന്ന് ആളുകൾക്ക്? വഴി ശ്രീകൃഷ്ണപുരം സെന്ററിൽ നിന്ന് 2 കിലോമീറ്റർ മണ്ണമ്പറ്റ റോഡ്. ഇവിടെ ഒരു അക്വഡക്റ്റ് ഉണ്ട്. അക്വഡക്റ്റിന്റെ അടുത്താണ്. കനാൽ റോഡാണ്. കനാൽ റോഡിലാണ് അത്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണപുരം കാഞ്ഞിരമ്പാറ വന്നിട്ട് കുഞ്ചപ്പാടം റോട്ടിലേക്ക് പോയാൽ ഇവിടെ ഒരു പ്രത്യേകത കണ്ടെന്താ വെച്ചാൽ ഈ വിളക്ക് കൊണ്ട് ആളുകൾ വലം വെക്കുന്നതായിട്ട്. അത് വിളക്ക് സമർപ്പണമാണ്. വിളക്ക് സമർപ്പണം എന്നുള്ളൊരു വഴിപാടാണ്. അത് പണിക്കന്മാര് ചേർത്ത് കൊടുത്തേക്കാണ്. അത് മുട്ടറക്കലിനുള്ള അല്ലല്ല, അത് മുട്ടറക്കലായിട്ട് ബന്ധമില്ല. അത് വിളക്ക് സമർപ്പണം, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് വിളക്ക് സമർപ്പിക്കുക എന്നുള്ളത്. അതുപോലെ ഈ കുട്ടിച്ചാത്തൻകാവുകൾ അധികം കേരളത്തില് അല്ലേ കുറവാണ്. തൃശ്ശൂർ ജില്ലയിലൊക്കെ ഉണ്ട് കുട്ടിച്ചാത്തൻകാവുകളുണ്ട്. ഇത് മറ്റേ ഇവിടുത്തെ കുട്ടിച്ചാത്തന് പ്രത്യേകത ഉണ്ട്. വിഷ്ണു ശിവനും പരാശക്തിയാണ് ചൈതന്യം ഉള്ളില്. അതുകൊണ്ടാണ് ഉപദേവന്മാര് ത്രിമൂർത്തികളും ഭദ്രകാളി വിഘ്നേശ്വരനൊക്കെ വന്നത്.
പിന്നെ പുറത്ത് നാഗരാജാവും നാഗേഷിയുണ്ട്. ഇവിടെ ഈ നാഗരാജന്റെ അമ്പലം നല്ല ഇതില് കണ്ടു അത്യാവശ്യം. അപ്പൊ അവിടെ ഈ ആയില്യം പൂജ ഒക്കെ ആയില്യം പൂജ സർപ്പബലി നടത്തലുണ്ട്. പിന്നെ എല്ലാ 30 ശനിയാഴ്ച, ഇന്നിപ്പോ 30 ശനിയാഴ്ചയാണല്ലോ, എല്ലാ 30 ശനിയാഴ്ചയും പൂജ ഉണ്ട്. ഇത് എന്നും തുറക്കുമോ ക്ഷേത്രം? എന്നും തുറക്കില്ല, ശനിയും ബുധനും മാത്രമേ തുറക്കൂ. ശനിയും ബുധനും മാത്രം, ഈ 30 ശനിയാഴ്ച മാത്രമേ രാവിലെ തുറക്കൂ. അല്ലാത്ത ദിവസങ്ങൾ വൈകുന്നേരം 5 മണിക്ക് തുറന്ന് 8 മണി വരെ ഉണ്ടാവും. ഇവിടെ ഇപ്പോ വലിയ പൂജ എന്ന് പറയുന്നത് കലശാണ്. കലശം എന്ന് പറഞ്ഞാൽ മധ്യമത്തിലെ പൂജയാണ്, ഗുരുതി പൂജയാണ്. കോഴി കറുത്ത കലശം തന്നെയാണ്. അതിപ്പോ പലരും പണിക്കന്മാരൊക്കെ ചേർത്ത് കൊടുത്തയക്കും. പിന്നെ ആളുകൾ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ്, ഇവിടെ എല്ലാ വഴിപാടുകളും പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ്. കാര്യം നടന്നാൽ മാത്രമേ വഴിപാട് ചെയ്യുള്ളൂ. ഇപ്പൊ മുട്ടർക്കലാണെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുക, കാര്യം നടന്നാൽ മാത്രം അവനവന് കഴിയണ വഴിപാടുകളെ പ്രാർത്ഥിക്കേണ്ടത്. കാരണം അത് എടുത്തു പറയുന്ന കാര്യം എന്താ വെച്ചാൽ ചിലര് കഴിയാത്ത കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവനിപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഇപ്പൊ 1 രൂപയാണ് അവിടെ ഭണ്ഡാരത്തിലിടാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. അതിനൊന്നും ഒരു വിഷയമില്ല. കഴിയണതേ പ്രാർത്ഥിക്കാവെന്ന് പറയുക. കാരണം ചിലർ കാര്യം നടക്കാൻ വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കും, പിന്നെ അത് അവർക്ക് പ്രാർത്ഥന ചെയ്യാൻ നടക്കാതെ വരുമ്പോ വിഷമാവും. അത് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇവിടുത്തെ ഉപദ്രവമാണ് എന്നൊക്കെ ചിന്തിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ അത് പറയും.